ഹലോ, നമുക്കൊരു ചിക്കൻ കറി വെച്ചാലോ? അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 സവോള, ഒരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ കുറച്ച് ഡീപ്പ് ഫ്രൈ ആയിപ്പോയി കേട്ടോ. അത്രയൊന്നും ഡീപ്പ് ഫ്രൈ ആയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ വീണ്ടും വേവിക്കുമല്ലോ. അപ്പോൾ ഞാൻ അതവിടെ മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ ഗ്രേവിക്ക് വേണ്ടി തയ്യാറാക്കുകയാണ്. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരുന്ന കറിവേപ്പില, അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ സവോള ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ ഇത് ചെറിയ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് സ്പീഡിലൊക്കെ കാണിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ മൂത്ത് ഇട്ട ഉടനെ മൂക്കുന്നതായിട്ടൊക്കെ തോന്നുന്നത് കേട്ടോ. അങ്ങനെയല്ല, ശരിക്കും കുറച്ച് സമയം എടുത്ത് തന്നെയാണ് അത് മൂക്കുന്നത്. അപ്പോഴത്തേക്ക് ആ സവോളയൊക്കെ ഒന്ന് നല്ലതുപോലെ മൂത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. അത് നല്ലതുപോലെ ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനും അതിലേക്ക് മിക്സ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഇതിനൊക്കെ ഗ്രേവിക്ക് വെള്ളം ഒഴിക്കുമ്പോഴല്ലേ നമ്മൾ വെള്ളം ഒഴിക്കുമല്ലോ, അത് പച്ചവെള്ളം ചുമ്മാ എടുത്ത് ഒഴിക്കരുത് കേട്ടോ. ഒന്ന് തിളപ്പിച്ചെടുത്ത് ഒഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നും കാണുകയില്ലെന്നേ. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിച്ച് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അങ്ങ് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് മൂടി വെച്ചങ്ങ് വേവിക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി.